യുവതിയെ പരിശോധിച്ച് ഡോക്ടർ ഞെട്ടിപ്പോയിരുന്നു. കാരണം ഒരു അനക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രോഗാവസ്ഥ കണ്ടുപിടിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തി നോക്കി എല്ലാ ഡോക്ടർമാരും ഒരുമിച്ചിരുന്ന്. പക്ഷേ യുവതിക്ക് നേരിയ തലവേദനയിൽ നിന്നായിരുന്നു ഈ അസുഖം തുടങ്ങിയത്. ഇത് പിന്നീട് പനിയും ഛർദിയും ഓർമ്മക്കുറവും തലയ്ക്കും ശരീരവും എല്ലാം ഒന്നും മരവിക്കുന്ന ഒരു സ്വഭാവമായി മാറിയിരുന്നു. ഏറ്റവും ഒടുവിലാണ് യുവതി ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ഡോക്ടർമാർ സ്കാൻ ചെയ്തു, മറ്റ് ടെസ്റ്റുകൾ നടത്തി, എല്ലാം ചെയ്തു. ഇനി ചെയ്യാൻ ഒന്നുപോലും ബാക്കിയുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അമേരിക്കയിൽ പഠിച്ച ഒരു യുവ ഡോക്ടർക്ക് സംശയം തോന്നിയത്. തലയിൽ എന്തെങ്കിലും ഒരു വിഷബാധയോ അല്ലെങ്കിൽ അണുബാധയോ ആയിരിക്കുമോ എന്ന്. അമേരിക്കൻ പോലുള്ള കൺട്രീസിൽ ഇതെല്ലാം സ്ഥിരമായിരുന്നു. അവിടെ എല്ലാവരുടെയും തലച്ചോറിൻ്റെ അകത്തെ അണുബാധ എന്നൊരു അസുഖം വളരെ കൂടുതലായിരുന്നു. കാരണം അവിടെ ഒട്ടുമിക്ക വീടുകളിലും ഇവർക്ക് അരുമയായ ഓരോ പൊന്നോമന പെറ്റുകൾ ഉണ്ടായിരുന്നു. ഇവയെ താലോലിക്കാനും കൂടെ കിടത്താനും ഉമ്മ വെക്കാനും എല്ലാവരും തയ്യാറായിരുന്നു. അതുപോലെ ഇങ്ങനെ ഒരു അസുഖമാകുമോ എന്ന് പരിശോധിച്ച ഡോക്ടറാണ് ഞെട്ടിപ്പോയത്. ഇതും അതേ അസുഖം തന്നെയായിരുന്നു. ഒരുപാട് വർഷക്കാലമായി പൂച്ചയെ സ്നേഹിച്ച് ഓമനിച്ച് വളർത്തിയിരുന്ന യുവതിക്കാണ് ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. എല്ലാ ദിവസവും യുവതി ഈ പൂച്ചയെ കൂടെ കിടത്തുകയും താലോലിക്കുകയും ഉമ്മ വയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം പെട്ടെന്നൊരു ദിവസം യുവതിക്ക് തലവേദന വരികയായിരുന്നു. പല ഡോക്ടർമാരെയും കാണിച്ചിരുന്നെങ്കിലും യുവതിക്ക് മൈഗ്രെയിൻ പോലുള്ളൊരു അസുഖമാണെന്ന് കരുതി എല്ലാ ഡോക്ടർമാരും ഒരേ ഗുളിക തന്നെ കൊടുത്തുകൊണ്ടിരുന്നു. എന്നാൽ വേദന സംഹാരി കൂടെ ഇതിൽ ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ ഒരു കുറച്ചു നേരത്തേന് തലവേദന ശമനമുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ് പൂർവാധികം ശക്തിയോടുകൂടി ഈ തലവേദനയും പനിയും വരികയുണ്ടായി. ഇത് ശരീരത്തിലെ ഓരോ അവയവങ്ങളെ ബാധിച്ചു തുടങ്ങിയിരുന്നു. അങ്ങനെയാണ് യുവതി ടൗണിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുന്നത്. ഉടൻ തന്നെ സ്കാനിങ്ങിലേക്ക് കയറ്റി. സ്കാനിങ്ങിൽ എന്നാൽ ഒരു കാരണവശാലും ഈ ഒരു പൂച്ചയുടെ രോമത്തിൻ്റെ ഒരു അംശം പോലും സ്കാനിംഗ് റിപ്പോർട്ടിൽ കാണിച്ചിരുന്നില്ല. തലയുടെ സൈഡ് ഭാഗങ്ങളിൽ ഏതാണ്ട് അടിഞ്ഞുകൂടിയ നിലയിലായിരുന്നു. സാധാരണഗതിയിൽ ഇത് മനുഷ്യ ശരീരത്തിൽ കണ്ടുവരുന്ന ഒന്നാണെന്ന് കരുതി ഡോക്ടർമാർ വീട്ടുകാരെയും കുടുംബക്കാരെയും എല്ലാവരെയും ആശ്വസിപ്പിച്ച് വിട്ടിരുന്നു. പക്ഷേ ഈ ഡോക്ടർ കണ്ടുപിടിച്ചത് എല്ലാവർക്കും അത്ഭുതകരമായിരുന്നു. ഇങ്ങനെ തലച്ചോറിൽ എങ്ങനെ ഒരു പൂച്ചയുടെ രോമം എത്തിയെന്ന് എല്ലാവരും മാറി മാറി ചിന്തിച്ചു കൊണ്ടിരുന്നു. നിരന്തരം പൂച്ചയെ ഉമ്മ വെക്കുന്നതിലൂടെ സ്ത്രീ ശ്വസിക്കുമ്പോൾ മൂക്കിൽ കൂടെ പൂച്ചയുടെ രോമം സ്ത്രീയുടെ തലച്ചോറിലെത്തുകയായിരുന്നു. നമ്മൾ വെള്ളത്തിൽ മുങ്ങുമ്പോൾ മൂക്കിലൂടെ വെള്ളം തലച്ചോറിലെത്തുന്ന ഒരു പ്രക്രിയ തന്നെയാണ് ഇവിടെയും നടന്നിരിക്കുന്നത്. ഒരുപാട് നാളുകൾ നീണ്ട പ്രക്രിയയിലൂടെയാണ് ഈ ഒരു പൂച്ചയുടെ രോമം യുവതിയുടെ തലച്ചോറിലേക്ക് എത്തുന്നത്. തലച്ചോറിൽ കിടന്ന് ഇൻഫെക്ഷനായി യുവതിക്ക് ബോധം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. വളരെ ശ്രമപ്പെട്ട് ഏകദേശം 2.5 മണിക്കൂർ നീണ്ട ഒരു ഓപ്പറേഷനിൽ കൂടെ യുവതിയുടെ തലയിലെ അണുബാധയെല്ലാം നീക്കം ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഓർമ്മശക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം 1-2 വർഷം കൊണ്ട് യുവതി പഴയ ജീവിതത്തിലേക്ക് തിരികെ വരുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. ഒരു പൂച്ചയെ വളർത്തിയാൽ ഇത്രയും ദുഷ്കരമായ ഒരു രോഗം വരുമോ എന്നും മൂക്കിൽ കൂടെ പൂച്ചയുടെ രോമം നമ്മുടെ തലച്ചോറിലെത്തുമോ എന്നും ഒരു സംശയമുണ്ട്. എന്നാൽ എല്ലാവരുടെയും സംശയം ശരിയാണ്. പൂച്ചയുടെ രോമം നമ്മുടെ മൂക്കുകളിൽ കൂടെ തലച്ചോറിലെത്തുക തന്നെ ചെയ്യും. വീട്ടിൽ നായ, പൂച്ച എന്നിവ പോലെയുള്ള രോമം പൊഴിക്കുന്ന മൃഗങ്ങളെ വളർത്തുന്നവർ സൂക്ഷിക്കുക. പൂച്ചയുടെ ശരീരമല്ല നമ്മുടെ ശരീരത്തിന്. പൂച്ചയുടെയും പട്ടിയുടെ രോമങ്ങൾ പെട്ടെന്ന് പൊഴിഞ്ഞു പോകുന്നു. ഇത് അന്തരീക്ഷത്തിൽ പറന്നു നടക്കുന്നൊരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. പൂച്ചയും പട്ടിയെയൊക്കെ ഓമനിച്ച് വളർത്തുന്നത് നല്ലതാണ്. പക്ഷേ അത് വീടിന് വെളിയിലിട്ട് വളർത്തുകയും വീടിന് വെളിയിൽ അവയ്ക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്യണം. മൃഗത്തെ മൃഗമായും മനുഷ്യനെ മനുഷ്യനുമായും എല്ലാവരും കാണാൻ ശ്രമിക്കുക. ആദ്യം മൃഗത്തിന് വില കൊടുക്കാതെ മനുഷ്യന് വില കൊടുക്കുക, എന്നിട്ട് ജീവിക്കുക. മൃഗത്തിന് വേണ്ടി ആയിരിക്കരുത് ഓരോരുത്തരും ജീവിക്കുന്നത്. മനുഷ്യന് വേണ്ടി, നമ്മൾക്ക് വേണ്ടി മാത്രം ജീവിക്കണമെന്ന് ഈ ഡോക്ടർ സാമൂഹ്യ മാധ്യമത്തിലൂടെ കുറിച്ചിരിക്കുകയാണ്.